ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും വെക്കേഷനൊക്കെ തുടങ്ങി, കുട്ടികൾക്കൊക്കെ വെക്കേഷൻ തുടങ്ങിയ ഒരു സന്തോഷത്തിലായിരിക്കില്ലേ അമ്മമാർ. വെക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാലാണ് കൂടുതൽ പണി. ഈ ഒരു പരിപാടി കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന സമയം ഉണ്ടാവില്ലല്ലോ. പക്ഷേ നല്ല രസമല്ലേ, കുട്ടികളൊക്കെ അടിച്ചു പൊളിക്കട്ടെ. ഇവിടെയും വെക്കേഷൻ തുടങ്ങാറായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വ്ളോഗാണ് നമ്മുടെ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയാണ്. നല്ല കട്ട നാളികേര ചമ്മന്തി, അതും നെയ് റോസ്റ്റ് അല്ല കേട്ടോ. ഇതാ നല്ലെണ്ണ ഒഴിച്ചിട്ടുള്ള ദോശ. നെയ് റോസ്റ്റും നല്ല ടേസ്റ്റാണ്, അതല്ലാന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ് ദോശയിൽ. അപ്പം ഇന്ന് അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ദോശമാവ് ഞാൻ ഇന്നലെ ഇതിന്ന് വാങ്ങിയിട്ടോ. ഞാൻ ദോശ അരയ്ക്കാൻ മറന്നുപോയി. വീക്കെൻഡ് ആകുമ്പോൾ പിന്നെ അറിയാലോ, ആ ധൃതിയിലും കാര്യത്തിലൊക്കെ. ഇന്നലെ രാത്രി സിനിമ കണ്ടിട്ട് നല്ലോണം ലേറ്റായി വരാൻ. നമ്മുടെ ആവേശം സിനിമ ഉണ്ടല്ലോ, അത് കണ്ടിട്ട് ലേറ്റായി വരാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്ന് രാവിലെ എണീറ്റപ്പോഴാണ് ആ ഒരു ബോധം വന്നത്. ഇതൊന്നും സാധനങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ബ്ലിങ്കിറ്റിൽ നിന്ന് ഓർഡർ ചെയ്തു. പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു സിനിമ കാണാൻ പോകല്ലോ കേട്ടോ. അപ്പം അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇന്നലെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് വീഡിയോ ആയിട്ട് ഇടണമെന്നൊക്കെ വിചാരിച്ചു. റീൽസ് ആയിട്ടായിരുന്നു, സമയം കിട്ടില്ല. അപ്പം ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയാം. സംഭവം പറയാമെന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇന്നലെ രാത്രി നല്ല ലേറ്റ് ആയി അതൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ. പിന്നെ ഇന്ന് വീക്കെൻഡല്ലേ വിചാരിച്ചിട്ട് നമുക്ക് രമേശേട്ട ഓഫീസിൽ പോയി വരണ വഴിക്ക് അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത രാത്രി നമുക്ക് ഇന്ന് അങ്ങനെ സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ലേറ്റായി. അപ്പം ഇന്ന് രാവിലെ ഞാൻ വേറെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു, ഒന്നും നടന്നില്ല. അപ്പോൾ തൽക്കാലം ദോശമാവ് വാങ്ങിക്കൊണ്ടു. ഉറക്കപ്പിച്ച് ഇതുവരെ പോയിട്ടില്ല കേട്ടോ. നല്ല ഉറക്കം വരും. ഇങ്ങനെ ഉറക്കം ഇങ്ങനെ തൂങ്ങി വീഴണ പോലെ കണ്ണൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവും. എൻ്റെ ശബ്ദമൊക്കെ ഇങ്ങനെ അടങ്ങിയ പോലെ. ചേട്ടനാണെങ്കിൽ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ ഓഫീസ് കോളിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇന്ന് ഓഫീസ് ഇല്ലാത്ത ദിവസമാണ്. പക്ഷേ മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കംപ്ലീറ്റ് ബിസിയാണ്. അത് വീക്കെൻഡായിട്ട് എനിക്ക് പ്രത്യേകിച്ച് എന്താ പണിയൊന്നുമില്ല. ഞാൻ നന്നായിട്ട് ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ ഇരിക്കട്ടെ. ഞാൻ കുറച്ച് മീൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ വരും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി എന്താ വെച്ചാൽ ഇത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ എല്ലാ വീക്ക് ഡേയ്സ് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് അന്നന്ന് നടന്നു പോയി വരുമ്പോൾ വെജിറ്റബിൾസ് വാങ്ങി. സാറ്റർഡേ സൺഡേ ആകുമ്പോൾ നടത്തൂല്ല, ഒന്നുമില്ല, ഒരു പരിപാടിയില്ല. കാരണം നേരം വൈകും എണീക്കുക. അപ്പം രാവിലെ എണീറ്റ് ഉടനെ ബ്ലിങ്കിറ്റിൽ താഴെ പോകാൻ മടി. നേരെ താഴെ കിട്ടും, പക്ഷെ എന്നാൽ പോലും മടിയാണ്. സത്യം പറഞ്ഞാൽ നമ്മളെ മടിയന്മാരാക്കുകയാണല്ലോ ഇങ്ങനത്തെ ആപ്സും കാര്യങ്ങളൊക്കെ. ദോശയും ഇതൊക്കെ ഓർഡർ ചെയ്തതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ ഫിഷും കൂടെ ഓർഡർ ചെയ്തു. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടുന്ന ഫിഷ് വാങ്ങുക. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഉണ്ണിമേരി അത് ഇതൊക്കെ പറഞ്ഞപ്പോൾ അതിവിടെ ജി ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് മലയാളികൾ നടത്തുന്ന ഒരു ഇതാണ്. അവർ ഹോം ഡെലിവറി ഒക്കെ ചെയ്യും. നമ്മുടെ ഫ്രഷ് ടു ഹോം പോലെ തന്നെ, പക്ഷേ മലയാളീസിൻ്റെ ആണ്. അത് എല്ലാ സ്ഥലത്തേക്കൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. നമ്മുടെ ഈ ഏരിയയിൽ, നവി മുംബൈ ഏരിയയിൽ എല്ലായിടത്തേക്കും അവർ ഹോം ഡെലിവറി ചെയ്യും. നല്ല മീനുകൾ, പറയാതിരിക്കാൻ വയ്യ, അടിപൊളി മീനുകളാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാനിപ്പോൾ. മീനും ഉണ്ടാവും, ചിക്കനും ഉണ്ടാവും. ചിക്കനും നല്ലതാണ് കേട്ടോ. ഈസ്റ്ററൊക്കെ ആയിട്ട് വേറെയും എന്തൊക്കെയോ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ മീന് നല്ല നാടൻ മീനുണ്ടാവും. നമ്മുടെ നാട്ടിലെ മീനുകൾ കുറേ ഉണ്ടാവും. മാന്തള്, വേലൂരി, ചൂട് അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാവും. അതല്ലാതെ പ്രോൺസ്, സുറുമ, നമ്മുടെ നാടൻ മത്തി ഇവിടെ കിട്ടും, ഒമാൻ മത്തിയ. അപ്പം നമ്മുടെ നാടൻ മത്തി, നമ്മുടെ പുതിയാപ്പിളക്കോര, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കിളിമീനൊക്കെ, അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെയൊക്കെ എല്ലാ തരം മീനുകൾ, ചൂര, കുറേ മീനുകളൊക്കെ ഉണ്ട്. അതെന്താ ഗുണം വെച്ചാൽ ക്ലീൻ ചെയ്തിട്ട് കിട്ടും, കംപ്ലീറ്റ് ക്ലീൻ ആക്കിയിട്ടാണ് കിട്ടുക. അപ്പം ഞാൻ അവിടെ നിന്നാണ് ഇപ്പോൾ വാങ്ങുക കേട്ടോ. അധിക ദിവസവും അവിടെ നിന്നാണ് വാങ്ങിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് മീനും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. വീക്കെൻഡ്സ് ആകുമ്പോൾ പിന്നെ മീനൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫിഷ് എത്തി. ഇന്ന് വാങ്ങിയത് മാന്തളും പുതിയാപ്പിളക്കോരയും. ഇതാണ് പുതിയാപ്പിളക്കോര. എനിക്ക് തോന്നുന്നു ഇതിനെ കിളിമീൻ എന്നും പറയും തോന്നുന്നു. അപ്പം ഞാൻ മാന്തളെടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടിയും കുരുമുളക് പൊടി, ഉപ്പ് മാത്രം എടുത്തിട്ട്, നല്ല പട്ടത്തി മാന്തളാട്ടോ, വലുത്, ചെറുതല്ല. പിന്നെ നമ്മുടെ പുതിയാപ്പിളക്കോര അമ്മ വെക്കുന്ന ആ ഒരു രീതിയിൽ, നമ്മുടെ പൊന്നാനി സ്റ്റൈൽ രീതിയിലാണ്. ഇത് ഫുഡ് വേൾഡിൽ അമ്മ ഓൾറെഡി ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കിത് കഴിക്കാൻ അപ്പം തന്നെ ഒരു ആക്രാന്തം. കാരണം നല്ല ടേസ്റ്റുള്ള മീനാണ് പുതിയാപ്പിളക്കോര.
അത് എന്താണ് അതിന് ആ പേര് വന്നത്, നല്ല രസമല്ലേ പുതിയാപ്ലക്കോര, നല്ല ടേസ്റ്റുള്ളൊരു മീനാണ്. എന്തൊക്കെ പേരുകളല്ലേ, ഉണ്ണിമേരി, പുതിയാപ്ലക്കോര, ഓരോരോ മീനിൻ്റെ ഓരോ പേരുകൾ കേൾക്കുമ്പോൾ നല്ല നല്ല തമാശയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അവിടെ ഫിഷ് കറി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന നേരത്ത് നമ്മളിവിടെ ഫിഷ് ഫ്രൈ വെക്കുന്നു. ഒരു സൈഡിൽ ഫിഷ് കറി, ഒരു സൈഡിൽ ഇതാവുമ്പോൾ എന്താ പറയുക, ഫിഷ് ആകുമ്പോൾ വേറെ പ്രത്യേകിച്ച് ഒരു കറി ഒരു ഉപ്പേരിയുടെ ഒന്നും ആവശ്യമില്ല. കാരണം രമേശേട്ടനും മെത്തുക്കുട്ടിക്കും ഫിഷ് ഉണ്ടെങ്കിൽ പിന്നെ ഉപ്പേരി ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. എന്നാലും ഞാൻ കുറച്ച് പായസം കൂടെ ഉണ്ടാക്കി കേട്ടോ. കാരണം ഓണത്തിൻ്റെ സമയത്ത് ഉണ്ടാക്കിയതായിരുന്നു നമ്മൾ പായസം. അപ്പോൾ അതിനുശേഷം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരി വെച്ചിട്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതും കൂടെ ഉണ്ടാക്കി. അപ്പോൾ ഇതാ നമ്മുടെ ചോറ് റെഡിയായി. വളരെ സിമ്പിൾ അല്ലേ, എത്ര പെട്ടെന്ന് ലഞ്ച് പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ദാ ഇവിടെ മിത്തുക്കുട്ടി ഇരുന്ന് പഠിക്കുന്നുണ്ട്. രമേശേട്ടൻ ഓഫീസ് കാര്യങ്ങളുമായിട്ട് ബിസിയാണ്. അപ്പം ഞാൻ മാത്രം ഇവിടെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കാൻ എൻ്റെ എല്ലാ പണികളും തീർത്ത് സമാധാനമായിട്ടിരിക്കാൻ. ഞാൻ പറഞ്ഞ പോലെ നല്ല ചൂടാണ് ഇവിടെ. അപ്പം അതുകൊണ്ട് നേരത്തെ പണിയൊക്കെ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുക്കളയിൽ കയറാൻ പറ്റില്ല, അത്ര ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു, ഇപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ പലരും പല സ്ഥലങ്ങളിലേക്ക് പോലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നല്ല ചൂടത്ത് ഇടാൻ പറ്റിയ കുറച്ച് അടിപൊളി ഡ്രസ്സുകളും കൂടെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചു കേട്ടോ. ആമസോണിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് നല്ല അടിപൊളി, ഈ ചൂടത്ത് നിങ്ങൾ വിചാരിക്കും ഈ ചൂടത്ത് ഇടാൻ പറ്റിയ ഡ്രസ്സാണോ ഈ ബ്ലാക്ക് എന്നുള്ളത്. അല്ല, ഈ ചൂടത്ത് ഇടാൻ പറ്റിയ ഡ്രസ്സല്ല, പക്ഷെ നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ്. അതുകൊണ്ട് എനിക്കിത് വാങ്ങാൻ തോന്നി. നല്ല സുഖമുള്ള തുണി കേട്ടോ, അടിപൊളി തുണിയാണ്, നല്ല കംഫർട്ടായിട്ട് നമ്മുടെ സമ്മറിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള തുണിയാണ്. പക്ഷെ ബ്ലാക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ ചൂട് കൂടും അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ എന്നാലും നിങ്ങൾക്ക് വാങ്ങിച്ചു വെക്കാം. ഇത് കണ്ടോ, ഇതിൽ സ്ലീവ്സിൽ ഇങ്ങനെ ഒരു ലേസും കാര്യങ്ങളും കെട്ടണം പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. 3/4 ആണ് ഇതിൻ്റെ വർക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. നല്ല ഭംഗിയുള്ള കണ്ടോ ഒരു വർക്ക്. ഇതിൻ്റെ താഴെ മാത്രം, മേലൊക്കെ ഫുൾ സിമ്പിളാണ്, ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അടുത്തത് ഒരു ബ്യൂട്ടിഫുൾ, ഇത് സോച്ചിൻ്റെ ആണ്. സോച്ച് ബ്രാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല അടിപൊളി ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു കളർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സമ്മറിന് ഒരു ഡ്രസ്സ് അല്ലേ, സ്പ്രിംഗ് വൈബ് തരുന്ന ഒരു ഡ്രസ്സാണ്. കണ്ടോ, ഫുൾ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് ഒരു ലാവൻഡർ കളർ, ശരിക്കും ഇവിടെ താഴേക്കുള്ള ലാവൻഡർ പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അതേ കളർ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ ഡ്രസ്സ്, വളരെ കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. സ്ലിറ്റും കാര്യങ്ങളും വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇതിൻ്റെ മെയിൻ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തുണി, സോച്ചിൻ്റെ തുണി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളിയാണ്. പ്ലസ് ഇതിൻ്റെ കളറും ആ ഒരു സമ്മർ വൈബ്. അടുത്തത് ഞാനൊരു ഓവർ സൈസ് ടീഷർട്ട് സംഭവം വാങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്കിത് ഭയങ്കര ഓവർ സൈസ്ഡ് ആയോ തോന്നി. ഇതിൻ്റെ ഒരു സൈസ് ചെറുത് വാങ്ങായിരുന്നു, പക്ഷെ ഓവർ സൈസ്ഡ് എത്ര ഭയങ്കര വലുതാണെങ്കിലും ഇപ്പം അങ്ങനെയാണ് ഇടുക. പക്ഷെ അത് കുറച്ചൊരു സ്ലിം ആയിട്ടുള്ള ആളുകൾക്കായിരിക്കും അത്രയും ഭയങ്കര ലൂസായിട്ടുള്ളത് ഭംഗി ഉണ്ടാവുക. പക്ഷെ നല്ല ഭംഗിയുള്ള കളർ, ഇതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് ഒരു ആഷ് കളർ. അപ്പോൾ രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റിയ സൂപ്പർ ആയിട്ടുള്ള, നമ്മൾ എവിടെയെങ്കിലും വെക്കേഷനൊക്കെ പോകുമ്പോൾ, ഇപ്പോൾ ഓവർ സൈസ് ടീഷർട്ട്സും ഓവർ സൈസ് ഷർട്ട്സും ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെക്കേഷനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് കാഷ്വലായിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഭയങ്കര ബോഡി കോൺഷ്യസ് ആയിട്ട് ഭയങ്കര ഫിറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനത്തെ ഷർട്ട്സും ടീഷർട്ട്സും ഓവർ സൈസ്ഡ് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അടുത്തത് ഒരു പ്യോർ കോട്ടൺ, എൻ്റെ ഫേവറേറ്റ് ആണ്. സമ്മറിൽ മാത്രമല്ല എപ്പോഴും എനിക്ക് ഇങ്ങനത്തെ കോട്ടൺ ഡ്രസ്സ് ഇടാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ സമ്മർ ആകുമ്പോൾ ഒട്ടും ചൂട് തോന്നിക്കില്ല. സമ്മറിൽ ഏറ്റവും നല്ലത് കോട്ടൺ ഡ്രസ്സുകളാണ്. സോ ഇത് രംഗീതയുടെ, ഇത് ഞാൻ എപ്പോഴും വാങ്ങാറുള്ളത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനത്തെ കുറേ കോട്ടൺ, ഇത് മെയിനായിട്ട് ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഇങ്ങനത്തെ പലതരം, കാരണം ഇതിൻ്റെ വിലയും കുറവാണ്. അപ്പോൾ പലതരത്തിലുള്ള കോട്ടൺ ഇങ്ങനത്തെ കുർത്തീസ് വാങ്ങിയാൽ ഡെയിലി ഓഫീസിലേക്ക് മാറ്റി ഇടാം. അപ്പോൾ അതുപോലത്തെ ഒരു കോട്ടൺ കുർത്തിയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കോട്ടൺ കുർത്തി. അടുത്തതും ഒരു പ്യോർ കോട്ടൺ, ഇത് ഇന്ത്യയുടെയാണ് കേട്ടോ. നല്ല കോട്ടൺ ആണ്. കോട്ടൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സാധാരണ ഇതല്ല, നല്ല കോട്ടൺ തുണിയാണ്. അതേപോലെ ഓഫീസ് വെയർ ആയിട്ട് ഇടാൻ പറ്റിയ കിഡിലനാണ്, നല്ല ക്ലാസ് ലുക്ക് ഉണ്ട്. അപ്പോൾ ജോലിക്ക് പോകുന്നവർക്ക്, ടീച്ചേഴ്സിന്, അവർക്കൊക്കെയാണ് ഇങ്ങനത്തെ കോട്ടൺ ഡ്രസ്സുകൾ എപ്പോഴും ഒരു ഭയങ്കര എലഗൻസ് ലുക്ക് തരിക. അപ്പോൾ അങ്ങനെ കുറേ മാറി ഇടാൻ പറ്റുന്ന കുറേ കോട്ടൺ ടൈപ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയത് ഒരു അടിപൊളി ജീൻസാണ്. അപ്പോൾ ഒരു ലൈറ്റ് കളർ ജീൻസ്, നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ. അപ്പോൾ ഇതൊരു ടോട്ടലി ഒരു ബ്ലൂ ഷെയ്ഡിൽ, ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു ഗ്രീൻ ബ്ലൂ ഒക്കെ ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു ജീൻസാണ്. ഇത് ഞാൻ മുന്നേ വാങ്ങിയതാണ്, നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതും ഭയങ്കര സുഖമായി, ജീൻസ് ഇടാൻ കുറച്ച് ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവും, ഇങ്ങനെ അതിൻ്റെ ബട്ടണൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനത്തെ. ഇത് അങ്ങനെയല്ല, ഇതൊരു ഭയങ്കര എലാസ്റ്റിക് ടൈപ്പ്, ഭയങ്കര സുഖമുള്ള ഒരു ടൈപ്പ് ജീൻസാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും. പിന്നെ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ളതാണ്. കുറച്ച് ടീനേജേഴ്സ് ആകുമ്പോൾ കുറച്ചും കൂടെ നന്നാവും, നമുക്ക് ഇടാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ പരിപാടി, ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉച്ചയ്ക്കലത്തെ ഭക്ഷണം കഴിക്കുക, അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇന്ന് ഈവനിങ് ആയപ്പോൾ എല്ലാവർക്കും നാടൻ പലഹാരം കഴിക്കാൻ ഒരു കൊതി. ഇത് മിത്തുക്കുട്ടിയുടെ ചായ എടുത്തന്ന്, ഇന്ന് മിത്തുക്കുട്ടിയാണ് ചായ ഉണ്ടാക്കി തന്നെ. അടിപൊളി, ഞാൻ ഉണ്ടാക്കണ പോലത്തെ ചായ അല്ലേ. അപ്പം ഇന്ന് എനിക്കും രമേശേട്ടനും പരിപ്പ് വട ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾക്ക് 3 പേർക്കും പഴംപൊരി ഇന്ന് നമ്മൾ ഓർഡർ ചെയ്തു, സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്തു. കാരണം എന്താ ചെയ്യുക, ഉണ്ടാക്കാനൊന്നും സമയമില്ല. അപ്പം പിന്നെ കഴിക്കണമെന്നും തോന്നുന്നുണ്ട്. അപ്പം പിന്നെ എന്ത് ചെയ്യും, അപ്പം പിന്നെ അതങ്ങോട്ട് വാങ്ങിച്ചു. മിത്തുവിന് മുട്ട പപ്സ്. ഞാൻ ചോദിച്ചില്ലേ ആക്ച്വലി പരിപ്പോട ഇഷ്ടമാണല്ലോ വിചാരിച്ച പരിപ്പോട. അപ്പം മിത്തു പറഞ്ഞു എനിക്ക് പരിപ്പോട ഒന്നും ഇഷ്ടമല്ല, എനിക്ക് മുട്ട പപ്സും പഴംപൊരിയും മതിന്ന്. അപ്പൊ മിത്തുവിന് ടേസ്റ്റ് ഉണ്ടോ? അയ്യോ പപ്പയ്ക്ക് ഇപ്പൊ വിഷമോ, പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം നമുക്ക് പരിപ്പോട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വന്ന് ഇറങ്ങിയ. ഉച്ചയ്ക്കും ഫിഷ് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി വൈകിട്ട് മുട്ട കഴിക്കണ്ട വിചാരിച്ചിട്ട്. ആഹാ, നല്ല ചൂട് പരിപ്പുവടയും നല്ല ചായയും നല്ല മഴയും കൂടെ വേണം. ഇവിടെ ഇങ്ങനെ ചൂട് തിളച്ച കുളിക്കുമ്പല്ലേ നല്ല തിളച്ച വെള്ളം, അങ്ങനെയൊക്കെ വളരെ അപൂർവമായിട്ട് ഇവിടെ ഉണ്ടാവാറുള്ളൂ. തിളച്ച വെള്ളം ഒന്നും അങ്ങനെ കുളിക്കുമ്പോൾ വരാറില്ല. ടാങ്ക് അത്രയും ചൂടായിട്ട്, അത്ര ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂട്. ഇനി നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താവോ അവിടുത്തെ ചൂടെന്ന് അറിയില്ല കേട്ടോ. പാലക്കാട് സൈഡൊക്കെ 42 ഡിഗ്രി. അതെ ഇതൊന്നും ചൂടേ അല്ല. ഇവിടെ ഒരു 36-37 കടന്നിട്ട് കളിച്ചിട്ട് സഹിക്കാൻ പറ്റില്ല. നാട്ടിലെന്താവും അറിയില്ല. കൊള്ളാലോ. നാട്ടിലെ പപ്സൊക്കെ ഇഷ്ടമുള്ളൂ, അതുകൊണ്ടാണ് ഇത് വാങ്ങാതിരുന്ന. കുഴപ്പമില്ല കേട്ടോ. ഇന്നിങ്ങനെ വേർത്ത് ഉരുക നമുക്ക് ചൂടോട് കൂടി അല്ല. ഞാനാണെങ്കിൽ ഇപ്പൊ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മഴയുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കണം. അതാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഇത് നമ്മൾ തലേദിവസം ആവേശം കാണാൻ പോയ സമയത്ത് മിത്തുക്കുട്ടിക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു. മിത്തുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മിത്തുവിന് ഇന്ന് ഡ്രോയിങ് ക്ലാസ് ഉള്ള ദിവസം. അപ്പോൾ പറഞ്ഞു സ്കൂൾ വിട്ട് വരുമ്പോൾ ഡ്രോയിങ്ങിനൊന്നും പോകണ്ട, നമുക്ക് ഓഫീസിലേക്ക് പോകണം, ഇൻറ്റീരിയറിൻ്റെ അവരുമായിട്ട് ഡിസ്കഷൻ. അപ്പോൾ ഇന്നലെ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിത്തുക്കുട്ടി ചോദിച്ചു, അതിന് അവരായിട്ടുള്ള ഡിസ്കഷൻ കഴിഞ്ഞതാണല്ലോ, അപ്പോൾ ഇങ്ങനെ ഓരോ നുണ പറഞ്ഞ് കൊണ്ടുപോകും. അപ്പോഴാണ് മിത്തു സാധാരണ ഇങ്ങനെ പോകുമ്പോൾ കിൻഡൽ എടുക്കാറുണ്ട്. അപ്പോൾ കിൻഡൽ എടുത്തില്ല എന്ന് പറഞ്ഞിരിക്കുക കേട്ടോ. എന്താ കിൻഡൽ എടുക്കാത്ത? ഇനിയിപ്പോ 12-1 മണി വരെ അങ്ങനെ അവിടെ ഓഫീസിൽ ഒരു 9 മണി വരെ ഉണ്ടാവില്ലേ? നമ്മള് സാധാരണ ചെന്നിരിക്കുമ്പോ നമ്മൾ എത്ര നേരം ഇരിക്കാറുണ്ട്? നമ്മുടെ ഡിസ്കഷൻ കേട്ടിരിക്കാം. അപ്പോൾ സാധാരണ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ മിത്തുക്കുട്ടി കിൻഡൽ എടുക്കാറ്, അല്ലെങ്കിൽ അവൾക്ക് ബോറടിക്കുമല്ലോ. അപ്പോൾ ഇന്ന് അതെടുത്തില്ല, അയ്യോ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളും ചുമ്മാ ഒന്ന് കളിപ്പിക്കാൻ. പക്ഷേ ഏകദേശം അവിടെ എത്തിയപ്പോൾ മിത്തുക്കുട്ടിക്ക് മനസ്സിലായി തോന്നുന്നു. കാരണം നമ്മൾ ഈ ഒരു ഏരിയയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവൾ പിന്നെ കുറച്ച് ഇങ്ങനത്തെ സർപ്രൈസൊക്കെ കുറച്ചധികം മണത്ത് പിടിക്കുന്ന ആളാണ്. അവസാനമൊക്കെ ആയപ്പോഴേക്കും അവൾക്ക് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ മിത്തുക്കുട്ടി ഇന്ന് ആവേശം കാണാൻ പോവുകയാണ്. അതിൻ്റെ അടിപൊളി സന്തോഷം. ഞാനാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഓൾറെഡി ലേറ്റ് ആയി. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഒന്നും കൂടെ ലേറ്റാക്കി. കറക്റ്റ് 7:05 തുടങ്ങും എന്നാണ് പറഞ്ഞത്. പക്ഷേ 7:15 നമ്മൾ കട്ട്. കാരണം നിമിഷമായിട്ട് ഓഫീസിൽ നിന്ന് വരും വേണ്ടേ, ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം വേണമല്ലോ പോകാൻ. അപ്പോൾ അതുകൊണ്ട് രാത്രിത്തെ ഇതാണ്, നമ്മൾ ടിക്കറ്റാണ് എടുത്തിരുന്നത്. ഇവിടെ നെക്സസ് സീവുഡ്സ് മോളിലാണ് കേട്ടോ. ഇതൊരു അടിപൊളി ഷോപ്പിംഗ് മോളാണ്. ഇവിടെ നമ്മുടെ നെറൂൾ സീവുഡ്സിൻ്റെ ഭാഗത്തുള്ളത്. ഇവിടെയാണ് സിനിപോളിസ് ഉള്ളത്. ഇവിടെ മലയാളം ഫിലിംസ് നമ്മൾ പ്രേമലുവാണ് നമ്മളിവിടെ കാണാൻ പോയത് കേട്ടോ. ഞാൻ വർഷങ്ങൾക്ക് ശേഷം എവിടെയെന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു. അത് അവിടെ അടുത്ത് തന്നെയല്ലേ ഉണ്ടായത്. അപ്പോൾ സിനിമയൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ സിനിമയുടെ ആവേശം എന്ന് എഴുതി കാണിക്കണതൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചു. ഒരു പ്രാവശ്യം നടക്കാറില്ല കേട്ടോ, കാരണം അത് കുറേ കഴിഞ്ഞിട്ടാണ് കാണിക്കുക. ഇപ്പോൾ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടി മൊബൈൽ ഓണാക്കി അവസാനം എപ്പോഴാണോ മൊബൈൽ ഓഫ് ആക്കുന്നത് ആ സമയത്തായിരിക്കും നമ്മുടെ സിനിമ തുടങ്ങുക. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടി ഇപ്പം ഞാൻ നിർത്തി. അത് ശരിയാവില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. അങ്ങനെ സിനിമ കണ്ട് വന്ന് നമ്മൾ ഭക്ഷണം കഴിക്കിയപ്പോൾ സമയം 10 മണിയായി. കുറച്ച് നേരം ഉണ്ടായിരുന്നു, 2.5 മണിക്കൂറോളം സിനിമ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, എന്തെങ്കിലും ചാറ്റ്സ് പോലെ കഴിക്കാൻ ഹൽദിറാമിൽ വന്നിരിക്കുകയാണ്. ഈ സിനിമ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വർഷങ്ങൾക്ക് ശേഷം കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ ആഴ്ചയ്ക്ക് ആക്കിയ ആവേശം അത് കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇത് കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടമായേനെ. എന്താ പറയുക, ഇതൊക്കെയാണ് പടം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ്. അതായത് നമുക്ക് തുടങ്ങി ഉടനെ, സത്യം പറയാലോ, തുടങ്ങി ഉടനെ അവസാനം വരെ അയ്യോ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ തോന്നി.
അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പടത്തിൽ എന്താ ഉള്ളത്, ഒരു തീം, പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഭയങ്കര കഥയൊന്നുമില്ല. പക്ഷെ അത് കൊണ്ടുപോയ രീതി ആൻഡ് ഫഹദ് ഫാസിലിൻ്റെ ആക്ടിങ് അല്ലേ, ഫഹദ് ഫാസിലിൻ്റെ അഴിഞ്ഞാട്ടം എന്നൊക്കെ പറയാം. മിത്തു 2.5 മണിക്കൂർ ചിരിക്കുകയായിരുന്നു. കംപ്ലീറ്റ് പക്ക എൻ്റർടൈനർ. ബോറടിക്കില്ല. ഇനി ഞാൻ കാണാം, ഒരു പ്രാവശ്യം കൂടി ഒന്ന് OTT-ലേക്ക് വന്നാൽ കാണാം. അതായത് അഭിനയം കൊണ്ട് വാൻ അഭിനയമാട്ടോ, ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ് ഫഹദ് ഫാസിലിൻ്റെ. ഇതാരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ മിസ്സാക്കരുത്. നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമ. വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രാവശ്യം കൂടി കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂത്തിങ്, അങ്ങനെ ഒരു വളരെ കാമായിട്ടുള്ള ഒരു മൂവിയാണ്. ഇപ്പോഴും നമുക്ക് ലാഗ് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ഇത് തുടങ്ങിയ മുതല് അല്ല, ഇതിന്റെ മൂവിയുടെ ആ പേര് പോലെ തന്നെ ആവേശം എന്താ അല്ല, അതെന്താ അറിയാം, അതിൽ മെയിൻ ആയിട്ടുള്ളത് ഫഹദ് ഫാസിലിന്റെ എനർജിയാണ്. ആ ഒരു എനർജി ഭയങ്കരമാണ് ആ മൂവിയിൽ. ഭയങ്കരമായിട്ട് ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫഹദ് ഫാസിലിന്റെ അഴിഞ്ഞാട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അടിപൊളി മൂവി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നുകൂടെ കാണണം. അതിലെ എടാ മോനെ എന്താ ഡയലോഗ് ഡെലിവറി, പിന്നെ പാട്ടായാലും അടിപൊളി പടം. മസ്റ്റ് വാച്ച്. അപ്പം ഞാൻ എപ്പോഴും പറയണ പോലെ എനിക്ക് സാൻഡ്വിച്ചിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ആരോ കൈവശം തന്നിട്ടുണ്ട്. എനിക്ക് സാൻഡ്വിച്ച് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ചും മുംബൈയിലെ സാൻഡ്വിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗ്രിൽഡും ഇഷ്ടമാണ്, ചീസും ഇഷ്ടമാണ്. ഇതൊന്നും ഇല്ലാതെ പ്ലെയിൻ മുംബൈ സാൻഡ്വിച്ച് ഉണ്ടല്ലോ, അതും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ പനീർ ടിക്ക ഗ്രിൽഡ് സാൻഡ്വിച്ച്. അപ്പം മിത്ത് കുട്ടിക്ക് സേവ് പൂരി മതി എന്ന് പറഞ്ഞാൽ അത് കഴിക്കാൻ. രംഷേട്ടൻ പിന്നെ എപ്പോൾ പോയാലും ഒരു ദഹിവടയാണ്, അപ്പോൾ അത് കഴിക്കുകയാണ്. കാരണം നമ്മൾ ഓൾറെഡി സിനിമയ്ക്ക് കയറി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, നമ്മൾ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചാൽ പിന്നെ അങ്ങനെ വിശക്കൊന്നുമില്ല. അപ്പം എന്നാലും എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സിനിമയെ പറ്റിയുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ബൈ.